വിഴിഞ്ഞത്ത് എക്സിം പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അതായത് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അതായത് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾക്കാണ് ഇതോടുകൂടി തുടക്കമാവുന്നത്. എന്താണ് ഈ എക്സിം കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്? എക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള നിലയിലാണ്. അതായത് നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയെ സാരമായി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് റൺ ത്രൂ ആയി എന്നുള്ളതിൻ്റെ ഒരു സൂചന എക്സിം. അപ്പോൾ ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള ഇപ്പം നിലമേൽ ഉള്ള ഒരു ഭക്ഷ്യോൽപാദക സഹകരണ സംഘത്തിൽ നിന്നുള്ള സാധനങ്ങളാണ് ശരിക്കും ഇന്ന് കയറ്റിവിട്ടത്. അപ്പം അങ്ങനെ കയറ്റിവിടുമ്പോൾ ശരിക്കും പോയിരിക്കുന്ന MSCയുടെ 2 കണ്ടെയ്നറിലാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആണ് ഈ സാധനങ്ങൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാൻ നമ്മൾ വിചാരിക്കും വലിയ എന്തോ സാധനമാണ്. ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലയുടെ പോലെയുള്ള പഴംപൊരി പോലെയുള്ള ഇഡലി, സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളാണ് കയറ്റി 2 കണ്ടെയ്നർ, ഏകദേശം 20 അടിയുള്ള കണ്ടെയ്നറിനകത്ത് കയറ്റി വിട്ടിരിക്കുന്നതെന്ന് ചുരുക്കം. അപ്പൊ ഇതാണ് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം. അതിലെ രസകരമായ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് കേരളത്തിന് ഇതിനകത്ത് അഭിമാനിക്കാനുള്ളത് എക്സിം തുറന്നു എന്ന് മാത്രമാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ ഇതിനകത്ത് വലിയ പ്രശ്നമുള്ളത്, ഇതിൽ ആക്ച്വലി നമുക്ക് ഇതൊന്നും ഒരു പ്രയോജനമൊന്നുമില്ല. നമുക്ക് അഭിമാനിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രയോജനമൊന്നും ഇതിനകത്ത് നമുക്ക് ഉണ്ടാകാനില്ല. കാര്യം ഇതിന്റെ ഈ പറയുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അദാനിക്ക് തന്നെയാണ്. അദാനിയാണ്. കാര്യം അദാനി ഓൾറെഡി തന്നെ അയാൾ മുടക്കിയതിന്റെ 10 ഇരട്ടി ലാഭം അയാൾക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു അദാനിയെ സംബന്ധിച്ച്. അപ്പം അദാനി പോർട്ട് അയാളുടെ പേരിൽ തന്നെ കിടക്കുന്നു. ഇനി നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വിഹിതം കിട്ടണമെങ്കിൽ ഇനിയും കാലമേറെ എടുക്കും. അതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച കരാറാണെങ്കിൽ നമുക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പം ഇനിയും നമുക്ക് കിട്ടി തുടങ്ങണം. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഏകദേശം റൺ ആവുന്ന ഒരു ആ ചരക്കപ്പലിലാണ് കൊടുത്തത്. അപ്പൊ MSC നമ്മുടെ പോർട്ടിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. അപ്പൊ MSC സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, MSC ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സിം പോർട്ട് ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വന്നിട്ടില്ല എന്നുള്ളതാണ്. സോനോവാൾ എത്തും എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനെ വിശിഷ്ടാതിഥി എന്നുള്ള നിലയിലായിരുന്നു സോനോവാളിന്റെ പേരൊക്കെ വന്നിരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അത് കനത്ത തിരിച്ചടിയായി മാറി. VV രാജേഷ് പങ്കെടുത്തില്ല. VV രാജേഷ് തിരുവനന്തപുരം മേയർ. ആക്ച്വലി ഇവർ രണ്ടുപേരും പങ്കെടുക്കേണ്ടതാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മേയർ പങ്കെടുക്കേണ്ടതാണ്. ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാതിരിക്കേണ്ട കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് വേറെന്തോ പരിപാടി ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് യഥാർത്ഥ കാരണം വേറൊന്നുമല്ല, ഇവിടെ വന്ദേമാതരം ആലപിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവര് ഏറ്റവും പ്രധാന ഒരു കാരണമായി അവർക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം സ്വാഭാവികമായും ഒരു സംസ്ഥാനത്ത് അതിനോട് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന്ദേമാതരം ആലപിക്കേണ്ടതായിരുന്നു എന്നാണ് അവരുടെ BJPയുടെ ഒരു നിലപാട്. അതേസമയം ഇവിടെ സംസ്ഥാനത്ത് അത് ഉണ്ടായില്ല. ഇത് സത്യത്തിൽ നമ്മൾ വിചാരിക്കും VD സതീശനെടുത്ത സുധീരമായ നിലപാടായിരുന്നു വന്ദേമാതരം ആലപിക്കാത്തത് എന്നുള്ളത്. ഒരിക്കലും അല്ല. അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇവിടെ VD സതീശൻ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുള്ള കാര്യമാകും. കാരണം എന്താണെന്നറിയോ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ സമ്മതിച്ചതല്ലേ, അന്ന് ഈ പ്രോട്ടോകോൾ ഇല്ല. അത് സഭയില് പാർലമെന്റിൽ പാസ്സാക്കിയില്ല. പാസ്സാക്കാത്ത സമയത്ത് വന്ദേമാതരം ആലപിച്ച ഒരാളാണ്, ആലപിപ്പിച്ച എന്ന് പറയാം ഒരാളാണ് VD സതീശൻ. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഞാൻ ഈ അജണ്ടയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. തൽക്കാലം ഈ പറയുന്ന പോലെ അതിനെ ഒരു വലിയ വിവാദ വിഷയമാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നിന്നും അത് ഒഴിവാക്കുന്നു. എന്തൊരു സാധനം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കാരണം എന്താണെന്നറിയോ, ഇതെങ്കിലും എനിക്ക് ഒഴിവാക്കി തരുമോ എന്നൊരു കൺസേൺ ഉണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. ഈ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നതിൽ, അതോടൊപ്പം അതിനകത്തേക്ക് സംഘപരിവാർ ആൾക്കാരെ VC ആയിട്ട് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സർവമാന മേഖലയിലും സംഘപരിവാറിന്റെ കടന്നുകയറ്റം ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ട് ഇനിയും ഇതും കൂടെ വേണം എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതൊരു പക്ഷേ മുസ്ലിം ലീഗിന് എതിർപ്പുണ്ടായിരുന്നിരിക്കും. ലീഗ് അത്തരത്തിലുള്ള എതിർപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും തന്നെയല്ല PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും VD സതീശൻ സംഘപരിവാറിനോട് സന്ധി ചെയ്യാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതും കൂടി വേണ്ട എന്ന് ഒരു പക്ഷേ VD സതീശൻ കരുതിയിട്ടുണ്ടാകും.
അത് സോനോവാളിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എല്ലാം കൊണ്ടും ഞാൻ അങ്ങ് സംഖ്യയാവുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ ഒരു പക്ഷേ അവർക്ക് വരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സതീശൻ തൽക്കാലം ഒരു ബാക്ക്വേർഡ് ചവിട്ടുന്നതാണ് സാധ്യത. പക്ഷെ ഇതിലൂടെ ഗുണം കിട്ടാൻ പോകുന്നത് അദാനിയെ പോലുള്ള ആൾക്കാർക്കാണ്. ഇനി മാരിടൈം ഹബ്ബായിട്ട് കേരളത്തെ മാറ്റുക, കേരളത്തിന്റെ 600 കിലോമീറ്റർ ലെങ്ത് വരുന്ന തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊക്കെ വരും. ഇതിലൂടെ ഈ പറയുന്ന ഇതിലൂടെ ആർക്കാണ് മെച്ചം? നമ്മുടെ തീരദേശത്ത് വരുമ്പോൾ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അങ്ങനെ വരുമ്പോൾ അത് കാര്യമായി ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അതിനകത്തും ഈ പറയുന്ന ഇടപെടൽ വരുമ്പോൾ കോർപ്പറേറ്റുകൾ നമ്മുടെ കേരളത്തിന്റെ കടൽ തീരം തിന്നു മുടിക്കാൻ വേണ്ടി വന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കള്ളത്തിലാണ് സതീശൻ പറഞ്ഞത്. ഞാൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എവിടെയാണ് സതീശൻ അതൃപ്തി അറിയിച്ചത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന അദാനി പോർട്ട്, അദാനി MSCക്ക് പോർട്ടിന്റെ 49% ഓഹരി വിറ്റപ്പോൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രേഖാമൂലം ഒരു അതൃപ്തി അറിയിച്ചിട്ട് ഒരു രേഖയും ഇപ്പൊ കിട്ടിയിട്ടില്ല, ഒരു രേഖയില്ല. പിന്നെ എങ്ങനെയാണ് അതൃപ്തി അറിയിച്ചെന്ന് പറയുന്നത്? സ്വാഭാവികമായും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൃപ്തി ശരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കരാർ ലംഘനം നടത്തിയില്ലേ? കരാർ ലംഘനം നടത്തി അദാനി ഗ്രൂപ്പിന് അതൃപ്തി അറിയിച്ചാൽ മതിയോ? അല്ല, കരാർ ലംഘനം നടത്തിയിട്ടുള്ള പിന്നെ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരോട് എന്താ പറയാ, ഷോക്കോസ് ആണ്, വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടത്. പക്ഷെ അത് പിന്നെ സതീശന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ലെറ്ററും പോയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? പൂർണ്ണമായും കോർപ്പറേറ്റ് തന്ത്രത്തിന് മുന്നിൽ വണങ്ങി എന്നുള്ളത് തന്നെയാണ്. നല്ല തന്ത്രമൊക്കെയാണ്. കാര്യം ഇവിടുന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ പറ്റുക നമ്മുടെ ഒരു കുറച്ചുകൂടെ ഇവിടെ ഒരു ഉണർവ് പകരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. പക്ഷെ MSC നമുക്ക് അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് MSC എന്ന് പറഞ്ഞത്. അവരുടെ കണ്ടെയ്നറിനകത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള മയക്കുമരുന്ന് പൊക്കിയിട്ടുണ്ട്. അത് അന്തർദേശീയ തലത്തിൽ പോലും ഒരു നൊട്ടോറിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പൽ കമ്പനി. അവർക്ക് തുറമുഖം തുറന്നിട്ട് കൊടുക്കുകയാണ്. വേറൊരു പ്രശ്നം, തുറമുഖം കൃത്യമായി അവർക്ക് വേണ്ടിയിട്ട് MSC പോലെയുള്ള ഷിപ്പിംഗ് കമ്പനികൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന ഒരു അഴവഴമ്പൻ സമീപനമാണ് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല വേറൊന്നും അല്ല. അദാനി ഗ്രൂപ്പ് എന്നിട്ട് അദാനി ഗ്രൂപ്പിനെതിരെ എന്തുകൊണ്ട് നടപടിക്ക് പോകുന്നില്ല? ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പിന്നെ ദിവ്യ സയ്യര് എത്ര കോടി രൂപയാണ് അവർക്ക് ഫൈൻ ഈടാക്കിയത്? ഈ കരാർ ലംഘനം നടത്താൻ ശ്രമിക്കും, ഫൈൻ അടിക്കും. അതായത് 126 കോടി 256 കോടി എങ്ങാണ്ടാണ് ഫൈൻ അടിച്ചത് അദാനി ഗ്രൂപ്പിൽ. അതിനുള്ള ചങ്കൂറ്റമുണ്ടോ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക്? ഇല്ല. അപ്പം സതീശൻ ഇപ്പം അവരെ വെറുപ്പിച്ച ഈ എന്താ പറയാ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പിന്നെ വന്ദേമാതരം ചൊല്ലാതെ അവരെ വിഷമിപ്പിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ട് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയാണ്. നമ്മൾ പറയില്ല, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, വരം കുതിക്കാനാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനുവേണ്ടി മാത്രമാണ്. അപ്പം ഇതിലൂടെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.